ഒരു വെഡിങ്ങിൽ പ്രീസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെഡിങ് പ്ലാനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ആദ്യം ഈ കല്യാണം ഏത് സമുദായത്തിലാണെന്നുള്ള കാര്യം, എന്തൊക്കെ ടൈപ്പ് ഓഫ് റിച്വൽസ് ആണ് ഫോളോ ചെയ്യാൻ പോകുന്നുള്ള കാര്യം ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ചില സിറ്റുവേഷനിൽ സെയിം കാസ്റ്റ് ആയിരിക്കും, ചിലപ്പം ഒരു ഡിഫറെന്റ് കാസ്റ്റ് ആയിരിക്കാം, ചിലപ്പം രണ്ട് റിലീജിയൻ ആയിരിക്കാം, രണ്ട് സംസ്ഥാനങ്ങളായിരിക്കും, ഇതെല്ലാം പറ്റും. സോ എന്തൊക്കെ റിച്വൽസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രീസ്റ്റിനും ഒരു കറക്റ്റ് ഐഡിയ വേണം. നമ്പർ 2, പ്രീസ്റ്റിന്റെ കയ്യിൽ ഒരു ചെക്ക് ലിസ്റ്റ് കാണുമായിരിക്കും. കാര്യം ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണമെന്നും, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കാണും, ചിലപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് കാണും, ചിലപ്പോൾ പ്രീസ്റ്റ് കൊണ്ടുവരേണ്ടതായിട്ട് കാണും. ആ ഒരു കാര്യത്തിൽ എപ്പോഴും ഒരു ക്ലാരിറ്റി വേണം. മിക്കവാറും നമ്മൾ വെഡിങ്ങിന് മണ്ഡപത്തിൽ ചെല്ലുമ്പോൾ അയ്യോ അത് ഇന്നാൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലോ, കൊണ്ടുവന്നില്ലല്ലോ, ഇന്നാൾ കൊണ്ടുവരാം, ആ ഒരു കൺഫ്യൂഷൻസ് എപ്പോഴും വരാറുണ്ടോ, അതൊരിക്കലും ഉണ്ടാവാതിരിക്കുക. നമ്പർ 3, നമ്മൾ പ്രീസ്റ്റിനോടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വെഡിങ് പ്ലാൻ, അതായത് ബ്രൈഡ് എൻട്രി ഇങ്ങനെയാണ്, ഗ്രൂം എൻട്രി ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് നടക്കാൻ പോകുന്നത്, സോ ഇതുവഴി ഒരാളായിരിക്കും കയറി വരിക എന്നുള്ള ഒരു പ്രോപ്പർ ബ്രീഫ് എപ്പോഴും പ്രീസ്റ്റിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മളൊരു പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ചിലപ്പം അദ്ദേഹം മുന്നിലായിരിക്കും നിൽക്കുന്നത്, അദ്ദേഹത്തിന് അറിയത്തില്ല ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, അത് ഇതുവഴി കയറി വരുന്നുള്ള കാര്യം. അപ്പം അത് നമുക്ക് റീടേക്ക് എടുക്കാൻ പറ്റാത്ത പല മൊമെന്റ്സും അത് ബാധകവും. സോ അത് പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്പർ 4, നമ്മൾ ഇവന്റ് പ്ലാനേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരാളെ എപ്പോഴും പ്രീസ്റ്റിന് അസിസ്റ്റന്റ് ആയിട്ടുള്ള നിർത്തിയേക്കണം. അതാവുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും, അതല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ സ്വീകരിച്ച് നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എൻട്രി സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഫ്രെയിമിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ പോലും പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരും ഇല്ലാത്തതായിട്ട് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്പർ 5, എപ്പോഴും പൂജാരിമാരുണ്ടെന്നുണ്ടെങ്കിൽ പൂജാരിമാരുടെ നേരത്തെ നമ്മളൊരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ ആയാലും സെറ്റ് ചെയ്തിരിക്കണം. കാര്യം ആ സമയത്ത് നമ്മൾ ഇത്രയും വലിയൊരു കല്യാണം നടക്കുവാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പൂജാരിക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ആ സമയത്ത് ഒരു നെഗറ്റിവിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് വന്നില്ല ഇത് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെയ്യുന്ന പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതെ അതിനെ എപ്പോഴും മാനേജ് ചെയ്ത് വിടുക എന്നതാണ് ടാസ്ക് പോയിന്റ്. അപ്പം ഇതൊക്കെയാണ് പൂജാരി നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ നോക്കി നമ്മളൊരു കല്യാണം അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യുക. താങ്ക് യു.